യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. തിരുസഭ മാതാവ് ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആദ്യമേ തന്നെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുന്നു. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങളാണ്. എന്താണ് വിമല ഹൃദയം? പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം മാലിന്യമില്ലാത്ത, കളങ്കമില്ലാത്ത, നന്മയുടെ ഹൃദയമുള്ള ഒരു അമ്മ എന്നാണ് ഇവിടെ നമ്മളോട് പറഞ്ഞു വയ്ക്കുക. കുറച്ചും കൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണ് എങ്കിൽ, മറിയത്തിൻ്റെ ആന്തരിക ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഒരു ഭക്തനാമമാണ് പരിശുദ്ധ അമ്മയുടെ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, സാധാരണ ജീവിതത്തിൽ നടക്കുന്ന അതേ സംഭവങ്ങൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും ഉണ്ടായപ്പോൾ അവയെല്ലാം സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച ഒരു അമ്മയായിരുന്നു പരിശുദ്ധ മറിയം എന്ന് പറയും. തൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് തുടക്കം മുതൽ അവസാനം വരെ പരിശുദ്ധ അമ്മ എല്ലാം സഹിച്ചുകൊണ്ടും എല്ലാം സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചും കൊണ്ടാണ് പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നത്. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മ സമ്മതം മൂളുകയാണ്. എന്നാൽ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, വിവാഹത്തിന് മുന്നേ ഒരു സ്ത്രീ ഗർഭിണിയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന ഒരു നിയമമുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം, ആ ഒരു നിയമം അറിഞ്ഞു വച്ചിട്ട് പോലും പരിശുദ്ധ അമ്മ ആ ദൂതന് സമ്മതം മൂളുകയാണ്. തൻ്റെ രക്ഷകനെ, ദൈവപുത്രനെ ഭൂമിയിൽ ജന്മം നൽകുവാനായിട്ട് പരിശുദ്ധ അമ്മ സമ്മതം മൂളുകയാണ്. അതിനെ തുടർന്ന് ജന്മം നൽകിയപ്പോഴോ വീണ്ടും നെട്ടോട്ടമോടുകയാണ്. തൻ്റെ മകനെ രക്ഷിക്കുവാനായിട്ട് നെട്ടോട്ടമോടുകയാണ്. അങ്ങനെ തുടങ്ങുന്ന പല പ്രശ്നങ്ങളും ശിമയോൻ്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോൾ തൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വാൾ കടക്കുമെന്ന് വീണ്ടും വേദനാജനകമായ ഒരു വാക്കുകൾ. അവിടെ മാത്രം തീരുന്നില്ല. തൻ്റെ മുന്നിൽ വച്ച് ആളുകൾ തൻ്റെ മകനെ കല്ലെറിയുന്നു, തുപ്പുന്നു, ക്രൂശിലേറ്റുന്നു. മരണം വരെ തൻ്റെ മുന്നിൽ വച്ച് കാണേണ്ടി വരുന്ന ഒരമ്മ എല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട്, ദൈവത്തെ, ദൈവപുത്രനെ സ്വീകരിച്ചുകൊണ്ട് എല്ലാം സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച ഒരു അമ്മയായിരുന്നു പരിശുദ്ധ അമ്മ. അതുതന്നെയാണ് വിമല ഹൃദയം എന്ന് പറയുന്നത്. എല്ലാം കളങ്കമില്ലാതെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച അമ്മ. അതുതന്നെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗവും നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയും. മകൻ ദേവാലയത്തിലേക്ക് പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ കാണാതാവുകയും തിരികെ വന്ന് കണ്ടുകിട്ടുമ്പോൾ മകൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടിട്ട് പോലും പരിശുദ്ധ അമ്മ ഒന്നും തന്നെ മിണ്ടുന്നില്ല. മൗനമായിരുന്നു കൊണ്ട് തൻ്റെ മകനെ കൂട്ടിക്കൊണ്ട് വരികയാണ്. ഇവിടെയെല്ലാം നാം മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തു നമുക്ക് നൽകുന്ന സന്ദേശമാണ്. യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും നൽകുന്ന ഒരു വലിയൊരു സന്ദേശമുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്ന ആ ഒരു വാക്കുകൾ, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും അമ്മമാരെ മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുന്നു എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ അമ്മയെ പരിശുദ്ധ മറിയത്തിനെ നാം മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ ദൈവം എനിക്ക് വേണ്ടി സ്വർഗത്തിൽ വലിയൊരു നിക്ഷേപം കൂട്ടിവെച്ചുകൊണ്ട് അവിടുന്ന് നമുക്കായി കാത്തിരിക്കും. ആ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടായിരിക്കും. പരിശുദ്ധ അമ്മയെ ആരൊക്കെയാണോ മഹത്വപ്പെടുത്തുന്നത് അവർക്കെല്ലാവർക്കും ദൈവം വലിയൊരു നിക്ഷേപവുമായി കാത്തിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുവാനും ആ ഒരു വിമല ഹൃദയത്തിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. എൻ്റെ ജീവിതത്തെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മ എല്ലാം സഹിച്ചുകൊണ്ട് എല്ലാം സ്നേഹത്തോടുകൂടെ സ്വീകരിച്ചതുപോലെ നമുക്കും പരസ്പരം സന്തോഷത്തോടുകൂടെ എല്ലാത്തിനെയും സ്വീകരിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് എന്നെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ൽ പറയുന്നത് പോലെ അമ്മയെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. പ്രത്യേകിച്ച് യേശുവിൻ്റെ അമ്മയെ മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ
എനിക്കൊരു വലിയൊരു നിക്ഷേപവുമായിട്ട്, നിധിയുമായിട്ട് യേശു കാത്തിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പരസ്പരം ബഹുമാനിക്കാം, പരസ്പരം ആദരവ് പുലർത്താം, ഓരോ അമ്മമാരെയും മഹത്വപ്പെടുത്താം, പ്രത്യേകിച്ച് പരിശുദ്ധ മറിയത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.